ചിന്തുമോളെ, ഏയ് എന്താ ഇത്? ചെറിയ ചേച്ചി അവിടെ ഇതിൽ കൂടി നോക്കി അടുത്ത് കാണാം. ഓഹോ, എവിടെ ഒന്ന് നോക്കട്ടെ. ചെറിയച്ഛനെ കാണിച്ചത്. മോള് ഗലീലിയോ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു പണ്ട്. അങ്ങനൊരു നീണ്ട കുഴലിങ്ങനെ ആകാശത്തേക്ക് പിടിച്ച് നക്ഷത്രങ്ങൾ നോക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലും ഉണ്ടൊരു ഗലീലിയോ. പക്ഷേ അങ്ങേര് നക്ഷത്രങ്ങളെ അല്ല നോക്കുക, അല്ലേ ഭാരതിയെ? ആ, നീ എന്താ ഊണ് കഴിക്കാത്തെ? ഞാൻ മോളെ ചരിത്രം പഠിപ്പിക്കല്ലേ. ഞാൻ ഈ കോയമ്പത്തൂർ വെച്ച് വാന നിരീക്ഷണ കോഴ്സ്, കറസ്പോണ്ടൻസ് കോഴ്സ് പ്രാക്ടിക്കൽ. നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നത്. മൂന്നിൽ ഏത് നക്ഷത്ര? അങ്ങനെയൊന്നുമില്ല ഏട്ടാ, നമ്മളീ നല്ല ആൾക്കാരെ തമ്മിൽ സ്നേഹബന്ധം. നീ കിടന്നു വീട്ടിലൊന്നും വേണ്ട. ചില്ലറ പൈസ ഞങ്ങൾക്കൊക്കെ ഇഷ്ടാണ്. ഇത്തിരി രസവെച്ചോളൂ. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഗോപിയെ. 2 ഏടത്തിമാര് നിൽക്കല്ലോ അവിടെ. എങ്ങനെയാ ഇപ്പൊ ഞങ്ങളൊരു ആലോചനയായിട്ട് അങ്ങോട്ട് ചെല്ലുക? അതിന് ആ കുട്ടിക്ക് ഇഷ്ടമാണെന്നറിയാതെ. അപ്പൊ അവൾക്ക് ഇഷ്ടല്ലേ? ഇഷ്ടമാവാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ ശയന പ്രദർശനം നടന്നുണ്ട്. ഇഷ്ടവും. ആഹാ, ചിന്തുമോളോ, ഇങ്ങോട്ട് വാ. എന്താ? ഇങ്ങോട്ട് വന്നേ. നീ എന്നെ എന്താ വിളിച്ചേ? ചില്ലറ പൈസ കാന്താരി, ഇനി എങ്ങനെ വിളിക്കോ? ചെറിയച്ഛനാ പറഞ്ഞത് അഞ്ചു ചേച്ചിന് ചില്ലറ പൈസ വിളിക്കണമെന്ന്. നിന്റെ ചെറിയച്ഛനെ നല്ല അടി കിട്ടാത്ത കുറവുണ്ട്. ഇന്നലെ എന്തായിരുന്നു ഭാവം? ഞാൻ എത്ര വിളിച്ചു, തിരിഞ്ഞു നോക്കിയിട്ടും കൂടെ ഇല്ല. ഇന്നലെയോ? ആന്നേ. എപ്പോ? സന്ധ്യക്ക്. ചെറിയച്ഛന് മുറിയിൽ ഇത്ര വലിയ കുഴലില്ലേ, അതിൽ കൂടി നോക്കിയാ വിളിച്ചത്. ചെറിയച്ഛനുണ്ടോ അവിടെ? ഇല്ല, കടയിലാ. വാ, നമുക്ക് പോയി നോക്കാം. ചെറിയച്ചി, ശരി. അപ്പൊ ഇതാണ് സൂത്രമല്ലേ? മനക്കണ്ണ്, ദിവ്യദൃഷ്ടി. നിന്റെ ചെറിയച്ഛൻ എപ്പോഴും ഇതിൽ കൂടെ നോക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. ചെറിയച്ഛൻ ആരെയാ നോക്കുക? ചില്ലറ പൈസ. എന്നിട്ട് അമ്മ ചോദിച്ചപ്പോ പറയാ ആകാശത്തെ സൂര്യനെ നോക്കാന്ന്. ഡോളയാ അഞ്ചേച്ചിന് തന്നെ നോക്കണത്. കള്ളൻ. വരൂ വരൂ. ജോലി കഴിഞ്ഞ് ഇതിലാണോ വരുന്നത്? എനിക്ക് പോണം. പോകാൻ വരട്ടെ. ആരോട് ചോദിച്ചിട്ടാ എന്റെ റൂമിൽ കയറിയത്? എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഏത് ലെൻസ് വെച്ച് പെൺകുട്ടികളെ നോക്കല്? പെൺകുട്ടികളെ? ഞാനോ? അയ്യേ, ഞാനാ ടൈപ്പൊന്നുമില്ല. ഞാൻ ഈ വാന നിരീക്ഷണം നോക്കി. പെൺകുട്ടികളല്ല,
ഒരു പെൺകുട്ടിയെ. എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത്? അയ്യടാ, എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത്? അയ്യാ, എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലേ സന്ധ്യാദീപം വെക്കാൻ എന്നും തുളസിത്തറയിൽ വരാറുള്ളത്? എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പോട്ടെ. പോയിക്കോളൂ, എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ. ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന്? ഓ, ഇതൊക്കെ ആരെങ്കിലും പറയണോ? വേണമല്ലോ, ഞാൻ പറയണമല്ലോ. പറയ ഒരു പ്രാവശ്യം എന്നെ ഇഷ്ടമാണെന്ന് പറ. പറയട്ടെ. ആ, എനിക്ക് 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 ആ ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലൊരു ഇഷ്ടമില്ലേ? ഉണ്ടല്ലോ. ഇഷ്ടമാണെന്ന് പറയുന്നത് ഓൾഡ് ഫാഷൻ, ഇഷ്ടമല്ല എന്ന് പറയുന്നത് ലേറ്റസ്റ്റ്. സന്ധ്യ നേരത്ത് എന്താ എല്ലാരും ഇരുട്ടത്തിരിക്കണേ? തുളസിത്തറയിൽ തിരിയും വെച്ചിട്ടില്ല. എന്താ ചേച്ചി? ഏയ്, എന്താ അത്? നാമം ചെല്ലണ നേരത്ത് ഇഞ്ചി നിന്ന മാതിരി ഇങ്ങനെ ഇരിക്കുക. ദാ മുത്തശ്ശിയും വേണമെങ്കിരിക്കണു. മുത്തശ്ശി, ഞാൻ പുകല കൊണ്ടുവരാൻ മറന്നേനാണോ മുത്തശ്ശി പിണങ്ങിയത്? അത് ഞാൻ എപ്പോഴും മറക്കാറുള്ളതല്ലേ. അതിന് ചെറിയ ചേച്ചി എന്തിനാ പിണങ്ങിയിരിക്കണേ? എന്താ ചെറിയേച്ചി, എന്താ ഉണ്ടായേ? എന്തുണ്ടായിട്ടുണ്ട്? പറയൂ. പറയാൻ യോഗ്യത ഉണ്ടോന്ന് അറിയില്ല. എന്നാലും നിന്നെക്കാളും മൂത്തതല്ലേ ചെറിയേച്ചി. ഞങ്ങളെക്കാളൊക്കെ തന്റെ ഇടവും കാര്യപ്രാപ്തി നിനക്കുണ്ട്. നമ്മളെ നിയന്ത്രിക്കാൻ നമ്മളല്ലേ ഉള്ളൂ. മുത്തശ്ശിനെ എത്ര കാലം വെച്ചിട്ടാ ചെറിയേച്ചി? അന്ന് ചെറിയേച്ചിക്ക് ഒരു അബദ്ധം പറ്റി. അന്ന് പക്ഷെ അച്ഛനുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആരാ ഉള്ളത്? നമ്മൾ പെൺകുട്ടികളാണ്, കുറ്റം പറയാൻ ആളുകളുണ്ടാവുള്ളൂ. ഇഷ്ടമൊക്കെ പ്രായത്തിലുണ്ടാവും. എന്നാലും ചെറിയേച്ചിക്ക് പറ്റിയ പോലെ ആവരുത്. മുത്തശ്ശി, നേരം വെളുക്കുമ്പോ മുതല് രാത്രി കിടക്കണ വരെ സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണില്ലേ മുത്തശ്ശി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? എന്നിട്ട് എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? ദേഷ്യമുണ്ടോ മുത്തശ്ശിക്ക് എന്നോട്? എന്റെ കുട്ടി, അങ്ങനെയൊന്നുമില്ല. നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എന്നെ എനിക്ക് വിശ്വാസം ഇല്ലാണ്ടുണ്ടോ? കേട്ടപ്പോ ഒന്ന് പേടിച്ചോന്നേ ഉള്ളൂ. വേണ്ട മുത്തശ്ശി, ഒന്നും വേണ്ട, ഒക്കെ ഞാൻ മറന്നോളാം. മുത്തശ്ശിയെ വിട്ടിട്ട്, ചെറിയ ചേച്ചിയെ വിട്ടിട്ട് എനിക്ക് ഒരു ഇഷ്ടവും വേണ്ട. ഇനി എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും തോന്നില്ല. എനിക്ക് എന്റെ മുത്തശ്ശി, ചെറിയച്ചി, ചേച്ചി മാത്രം മതി. ഭാഗ്യമില്ലാത്ത കുട്ടികളാ നിങ്ങൾ. എനിക്ക് വിശക്കുണ്ട് കേട്ടോ. മുത്തശ്ശി എണീക്കൂ. എന്തിനാ എല്ലാരും ഇങ്ങനെ പട്ടിണി ഇരിക്കണേ? വരൂ, ഞാൻ ചോറ് വിളമ്പാം.
വലിയ ഗൗരവത്തിലാണല്ലോ കക്ഷി. മുത്തശ്ശി അതെ, രണ്ടുപേരും കൂടി വഴക്കട്ടോ. മുത്തശ്ശി പറഞ്ഞ പുകയില്ല. സുകുമാരന്റെ അനിയന് ചായ ഉണ്ടാക്കാൻ ആരതിയെന്ന് വന്നുടനെ മുത്തശ്ശി പറഞ്ഞില്ലെങ്കിലും ഒരു ചായ കുടിക്കാനുള്ള മൂടുണ്ട്. പാലില്ലെങ്കിൽ കട്ടനായാലും മതി. സുകുമാരന്റെ അനിയൻ പറയണോണ്ട് തെറ്റിദ്ധരിക്കരുത്. എന്താ മുത്തശ്ശി? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. സുകുമാരന്റെ അനിയൻ നല്ല കുട്ടിയൊക്കെ തന്നെയാ. എന്നാലും വേണ്ട, എന്തിനാ ആൾക്കാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിക്കാൻ ഇടയാക്കണത്? പെൺകുട്ടിയോള് മാത്രമുള്ള വീടാണിത്. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ മാത്രം ഇങ്ങോട്ട് വന്നാ മതി. ഈ നാട്ടിൽ നിന്ന് തന്നെ പോണമെന്നാണെങ്കിൽ പറയാം, ഞാൻ പോവാം. ഇനി ഒരിക്കലും തന്നെ കാണരുതെന്നാണെങ്കിലും പറയാം, അതും ആവാം. പക്ഷേ കൺമുമ്പിൽ ഒഴിഞ്ഞു മാറില്ല. ഭയ്യ, ഇഷ്ടപ്പെടരുതെന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു ആദ്യം, അന്നത് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കഴിയില്ല. എനിക്ക് മാത്രമല്ല, തനിക്കും. എത്ര ഒഴിഞ്ഞു മാറിയാലും എത്ര പിണങ്ങി നടന്നാലും ആ മനസ്സിന് പോകില്ല ഞാൻ. ഉത്തരവാദിത്തങ്ങള് സ്വയം ഏറ്റെടുത്തതാണ് ഞാൻ. അച്ഛൻ മരിക്കുമ്പോ പ്രീ ഡിഗ്രി പരീക്ഷ ക്ലാസ് കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു, എന്നിട്ടും എഴുതിയില്ല. അച്ഛനൊന്നും ബാക്കി വെച്ചില്ല. മക്കൾക്ക് തന്ന സ്നേഹവും കുറെ കടങ്ങളും അല്ലാതെ. ഇച്ചേച്ചിയും ചെറിയച്ചയും പാവങ്ങളാ.
അവരെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്ക് മാത്രം ഒരു സന്തോഷം വേണ്ട. എന്നെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ജീവിതം ഉണ്ടാവണം വരെ അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അതിനു വേണ്ടി ഉപേക്ഷിക്കാൻ എനിക്ക് ഈ സ്നേഹമുള്ളൂ. തന്റെ സന്തോഷം മാത്രമല്ല, സങ്കടം പങ്കുവെക്കാനാ ഞാൻ സ്നേഹിച്ചത്. കേസ് തോറ്റാ ഇറങ്ങി കൊടുക്കേണ്ടി വരുവാണ്. പൈസ മുത്തശ്ശിനും കൊണ്ട് എങ്ങോട്ട് പോകുന്നുണ്ട് അറിയില്ല. ഒരു പക്ഷെ ഒരു ദിവസം രാവിലെ പത്രത്തിലൊരു വാർത്ത, ഒരു മാഷ്ട മക്കള്. വേണ്ട, കൂടുതൽ പറയണ്ട. അനുവാദം തന്നില്ലെങ്കിലും അവകാശം പിടിച്ചു വാങ്ങി ഇനി തീരുമാനങ്ങൾ ഞാനെടുക്കും. ആരുമില്ല എന്നുള്ള തോന്നലുണ്ടാവരുത് ഇനി. മുത്തശ്ശി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുന്നതിന് മുന്നേ ഇച്ചേച്ചനും ചെറിയച്ചനും കല്യാണം താൻ നടത്തും. തന്റെ കൂടെ നിന്ന് ഞാൻ നടത്തും. പിന്നെ ഒരു കൊച്ചു പന്തലില് ഒരു കൊച്ചു കല്യാണം. നമ്മളെ ഒന്നേന്ന് വിളിച്ചോടല്ല നമ്മള്. മൂന്ന് ജോഡി ചെരുപ്പ് തേഞ്ഞു. ഇനി ഇത് കയ്യിലെടുത്ത് നടക്കാനാ പാവം. പോയ കാര്യം എന്തായാലും അങ്ങോട്ടേ. ഇന്നിപ്പോ തിരുവില്ലാമല, ഇന്നലെ പ്ലാപ്പറ്റ, മിനിഞ്ഞാന്ന് മാറഞ്ചേരി. പീടികയിലൊന്ന് നിർത്തിയിട്ട് പോവാൻ ഒരാളെ കിട്ടാണ്ടായി. അതാ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. രാവിലെ പീടിക തുറന്ന കൃത്യമായിട്ട് ബ്രോക്കർ ശങ്കരൻകുട്ടി ഹാജര്. നേരെ വിടുക മണ്ണാർക്കാട്ടേക്ക്. അവിടെ ഒരു ചെക്കനുണ്ട്, നോക്ക പോയി. ചെന്നപ്പ ചെക്കന്റെ കുട്ടിയുടെ ചോറ് ഊണ്, പിന്നെ സദ്യ കൊണ്ട് പോന്നു. ആ ബ്രോക്കറുടെ മുടിഞ്ഞ പഴയ ഡേരി ഒന്ന് മാറ്റാൻ പറഞ്ഞ മാറ്റമില്ല. താൻ കാര്യം പറയരാമൂട്ടി. ആ പറയാ ഏടത്തിയേ, ഇത്തിരി തണുത്ത വെള്ളം വേണേ. ദേഹക്കൊന്ന് തണുക്കട്ടെ. നാട്ടുകാരിപ്പൊ എന്നെ ഒരു പേര് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേൾക്കണോ നിനക്ക്? ബ്രോക്കർ ടൈലർ. കേൾക്കാൻ നല്ല സുഖമുള്ള പേരല്ലേ? ഈ എലിസബത്ത് ടൈലർ എന്നൊക്കെ പറഞ്ഞ പോലെ. ഔ, ആശ്വാസമായി. ഇനി കടുപ്പത്തിൽ ഒരു ചായ. ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. തൽക്കാലം നമുക്കൊരു കോഴിയിൽ ഒതുക്കാം അല്ലേ? തൽക്കാലം നമുക്കൊരു ചായയിൽ ഒതുക്കാം. എന്നാ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. താൻ പറഞ്ഞിട്ട് വരാമൂട്ടി. ആ ഒടുവിൽ ലക്കിടിയിലെ പുഴയുടെ സൈഡിലെ നല്ല ഐശ്വര്യമുള്ളൊരു പഴയ മാളിക വീട്. അവിടെ ചെന്നപ്പോ ചെക്കന്റെ 16 അടി യന്ത്രം, എന്നിട്ട് സദ്യ ഉണ്ട് ഇങ്ങോട്ട് പോന്നു അല്ലേ? അല്ല, അതല്ല. പിന്നെ അമ്മയില്ല, അച്ഛൻ ഇല്ല, പിന്നെ ആകുള്ളത് കുറെ പെങ്ങന്മാര്, അവരും ഇല്ല. ഈ തന്തയും തള്ളില്ലാത്തവർക്ക് നമ്മൾ എങ്ങനെ കുട്ടിയെ? അയ്യോ, ഉണ്ടായിരുന്നു, മരിച്ചുപോയതല്ലേ. ഓ, നല്ല ജോലിയുണ്ട് സൊസൈറ്റിയില്ല. മിണ്ടാപ്രാണിയാണ്, ഉപദ്രവിക്കണവരെന്ന് അവരുടെ രാമൻകുട്ടി. പച്ചപ്പാവം. പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ താൻ അവരോട് പറഞ്ഞിരിക്കണോ? മുഴുവൻ അങ്ങോട്ട് വിസ്തരിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഒരു കല്യാണക്കാര്യത്തിന് കുത്തിയിട്ടതും മുളച്ചതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അവര് വന്ന് കുട്ടിയെ കാണുകയൊക്കെ വേണ്ടേ? പിന്നെ നാളെങ്കിൽ നാളെ അവര് റെഡി. ഇച്ചേച്ചി അങ്ങനെ പറയരുത്, നല്ല ഇച്ചേച്ചിയല്ലേ. ഞങ്ങൾ എത്ര ആശിക്കണതാ ഇച്ചേച്ചിയുടെ കല്യാണം നടക്കാൻ. മുത്തശ്ശി എപ്പോഴും അത് തന്നെയല്ലേ പ്രാർത്ഥിക്കണത്. ഇത് നല്ല ആലോചനയാ. ഇച്ചേച്ചിക്ക് ആളെ ഇഷ്ടാവും. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എന്തായി ചേച്ചി ഇത്? ഈശ്വര, ഈ കല്യാണം എന്നൊക്കെ പറയണത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? അതിനെന്തിനെത്ര വിഷമിച്ചിരിക്കണത്? ഒക്കെ അങ്ങോട്ട് സമ്മതിക്ക, ഒരു പ്രശ്നമില്ല. നല്ല ചെക്കനാണ് വരുന്നത്. ഇപ്പോ ഒക്കെ വെറുതെ തോന്നും. കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ കുട്ടികളൊക്കെ ഒക്കെ തെളിച്ച് ഇങ്ങനെ നടക്കുമ്പോ ഇച്ചേച്ചിക്ക് തോന്നും, അയ്യേ ഞാൻ അന്ന് കരഞ്ഞത് എത്ര വിഡിത്തമായെന്ന്. വിഡിത്തം എങ്ങനെ പറയാ? വിഡിത്തമായെന്ന്. തൽക്കാലം നീ വിഡിയാക, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ. ഇപ്പൊ ഞാൻ വിഡിയാവും, കുറച്ച് നീ ആവണം. ഇച്ചേച്ചി, ഇതൊരു ലൈഫിന്റെ ഒന്നും മിണ്ടരുത്, സംസാരിക്കരുത്, ഇനി ഒരു വാക്കുപോലും മിണ്ടരുത്. ചിരിച്ചോടല്ല ഇവിടെ ചിരിച്ചു. സമ്മതിച്ചു, ഇച്ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചു. അതെ, മൗനം സമ്മതം പറയണത്. സുകുമാരന്റെ അനിയ, കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വേണ്ടേ?
അല്ല, അവര് വൃത്തിയായിട്ടൊന്നും ചോദിച്ചില്ല എന്ന് വെച്ചാലും കയ്യിലും കാതിലൊക്കെ എന്തെങ്കിലും ഇട്ടു കൊടുക്കണ്ടേ? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം മുത്തശ്ശി. ആദ്യം ചെക്ക വന്ന് ഇച്ചെന്ന് കാണട്ടെ. എന്നാലും പുഴ അങ്ങോട്ട് പറ്റിയാലോ ചങ്ങല അങ്ങോട്ട് പൊട്ടിയാലോ എന്നൊക്കെ ഇപ്പോഴും വിചാരിച്ച് പിടയ്ക്കണോ? അതല്ല ടൈലറെ, ചെന്നൊരു സഹായം ചോദിക്കാൻ തന്നെ ആരാ ഉള്ളത്? ഞങ്ങളൊക്കെ ഇല്ലേ മുത്തശ്ശി? ഹാ, ഞങ്ങളുണ്ട്. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. അപ്പോഴത്തെ ദേഷ്യത്തിന് സുകുമാരന്റെ അനിയനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ. എനിക്കിപ്പോ ഓർക്കുമ്പോ വ്യസനുണ്ട്. അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നില്ലേ മുത്തശ്ശി. ആങ്ങള ഒരെണ്ണം ഉള്ളത് തലതിരിഞ്ഞു പോയതിന് പകരം ഭഗവതി കൊണ്ടു തന്നതാണ് എന്നെ. ചെക്കന്റെ വീട്ടുകാർ വരുമ്പോ ചോദിക്കില്ലേ പെണ്ണിന് കാരണവന്മാരാരും ഇല്ലേന്ന്? ഞാൻ പറ ആലോചിക്കണം. അതിന് മുത്തശ്ശി ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം. അത് പോരാ, ചില നാട്ടുനടപ്പൊക്കെ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും പേരിനൊരു അമ്മാമുണ്ടല്ലോ കുട്ടികൾക്ക്. അല്ല, വരൂല്ലേ നിശ്ചയ. എന്നാലും വിളിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. വിളിക്കണ്ട, വിളിച്ചാലും വരാൻ പോണില്ല. പിന്നെ എന്തിനാ നാണം കെടാൻ നിൽക്കണേ? വരോ വരില്ലയോ അത് അയാളുടെ ഇഷ്ടം. എന്നാലും ചെന്ന് പറയേണ്ട ഒരു കടമയുണ്ട്. മുത്തശ്ശി പോയാ മതി, എന്നെ കാക്കണ്ട. ഞാൻ പോവും, സുമാരന്റെ അനിയനെയും കൂട്ടി പോവും. എന്താ സുമാരന്റെ അനിയ? ഞാൻ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ. സുകുമാരന്റെ അനിയാന്ന് മാറ്റി ഇടയ്ക്കെങ്കിലും മുത്തശ്ശി എന്റെ പേരൊന്ന് വിളിക്കണം. ഇല്ലേ ഞാൻ തന്നെ എന്റെ പേര് മറന്നു.